എടാ പൈസ എന്താടാ ലല്ലു? നീ ഇങ്ങോട്ട് വന്നേ. നീ ഇങ്ങോട്ട് വരാൻ. രാജഹംസം ഞാൻ ഒറ്റയ്ക്ക് പാടിക്കോട്ടേടാ. ആ പാടിക്കോ. എല്ലാം മേടിച്ചല്ല. ഇനിയിപ്പ നേരെ ചായ കുടിക്കാൻ പോട്ടാ. മുടി വെട്ടിക്കളേട്ടാ. ഇവിടെ വെറുതെ വല്ല പൂവാണെന്ന് പറഞ്ഞ കല്ലെറിഞ്ഞ എന്റെ മുതത്തോളൂ. ഇറങ്ങിയപ്പോ പറഞ്ഞാണ് കൊടയെടുക്കാൻ. എങ്ങടാ പോണ്ട്? എടാ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോ അമ്മമാർ ചില കാര്യങ്ങൾ പറയും. അതങ്ങോട്ട് കേട്ടേക്കണം, അല്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണ്. അമ്മമാർക്കേ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ആയതിനാൽ കണ്ടില്ലല്ലോ, കണ്ണുണ്ട് പക്ഷെ അത് വർക്കൂല. ഇതൊരു ശല്യായല്ലോ. നീ ഒന്ന് അവിടെ ഇരിക്കോ? വെറുതെ മനസ്സിന് ധർമ്മം മേടിച്ചിറങ്ങി. എടാ ബേക്കറിന്ന് തന്നെ ചായ കുടിച്ചാൽ മതി ഞാൻ പറഞ്ഞാണ്. അവിടെ ആകുമ്പോ ചിക്കൻ കബാബും പള്ളുരുത്തി ഷിയാബും ഒക്കെ ഉണ്ടായിരുന്നു. എടാ സമാവൽ അടിച്ച ചായയുടെ സുഖമൊന്നും ഒരു മെഷീൻ ചായക്കും കിട്ടൂല. കഷ്ടായിട്ട് മനുഷ്യനെ. ചേട്ടാ ഒരു തലച്ചായ കടി എന്താ ഉള്ളത്? നല്ല രണ്ട് പൊരിഞ്ഞ രതീഷ് എടുക്കട്ടെ. വേണ്ട, ചിത്രഗുപ്തൻ മതി. എന്നാന്ന്? ചിത്രഗുപ്തൻ പരിപ്പൂടാ. എന്റെ ദൈവമേ, അതിന്റെ പേര് മാറ്റിയാ. ഞാൻ ഈ കളി നിർത്തി. ചേട്ടാ കൊല്ലപ്പോട്ടാ. ഇല്ല, പപ്പടം എടുക്കട്ടെ. കൊടുത്തോ. മ്യൂസിക്കായിരുന്നു കടിച്ചു പൊട്ടിച്ചേ. എടാ ഇത് കാണല്ലടാ. എന്നാ തലച്ചായ, എന്നാ ചായ, എന്നാ ചിത്രഗുപ്തൻ, ഇതും എന്നാ തിന്നോ. ചേട്ടാ ആകാശവാണി കേട്ടാ, ചായക്കടക്ക് എന്നും അഴക് ആകാശവാണിയാണ്. അതിനെന്റെ അച്ഛന്റെ പ്രായമുള്ളതാ. മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മാറ്റിക്കോ. അല്ല നീ മാറ്റിക്കൂടാ. മാറ്റിയിരിക്കും. ആളുടെ അച്ഛനാണെങ്കിൽ നമുക്കെന്താണ്? മഴ, ചായ, ജോൺസൺ മാഷ്. അന്തസ്. കിണറ്റില് വെള്ളോ? എവിടെ പോണ്ട? ഒരു പണിയുണ്ട്. എടാ, ഞങ്ങളിന്ന് പാലായിലെ കുര്യച്ചന്റെ പെരതാമസത്തിന് പോയിരുന്നു. ഒരു കിടില നാനാ കൊണ്ട വീടാ വെച്ചേക്കുന്നത്. പക്ഷെ അതിന്റെ ജാടയൊന്നുമില്ല അവർക്ക്. നല്ല ഫാമിലിയാ. മോളും അതെ, നല്ല അടക്കം ഒതുക്കുള്ള കുട്ടിയാ. കാണാനും കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നല്ല, നല്ല സുന്ദരി കുട്ടിയാ. ഒരു പൂച്ചക്കണ്ണി. ഡോ കൊച്ചു കള്ള, നിനക്കപ്പോൾ ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷെ കല്യാണം ആലോചിക്കാൻ നിൽക്കണം. ഓ, സ്പാർക്കില്ലായിരിക്കും. ഇല്ലല്ലേ? എന്നാ വിട്ടുപിടി. ഭാഗ്യം വക്കീലൊടങ്ങൂല്ലല്ലോ. നിന്നോട് ഞാനൊരു 1000 തവണ പറഞ്ഞിട്ടുണ്ട്, ഈ കണ്ണിക്കണ്ട തട്ടുകടയിൽ നിന്ന് കയറി ഭക്ഷണം കഴിക്കരുത്. എടാ, ഈ അൺഹൈജീനിക് ആഹാരം വാങ്ങിച്ച് തിന്ന് നിനക്ക് വല്ല ഫുഡ് പോയ്സൺ അടിക്കും. അപ്പൊ ഈ ഫുഡ് പോയ്സണൊക്കെ അടിക്കുന്ന വലിയ വലിയ ഹോട്ടലിൽ നിന്നാണ്. ചെറിയ കടകൾ ചതിച്ച ചരിത്രമല്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്ന എന്തെങ്കിലും നീ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എടാ, നിന്റെയൊക്കെ പ്രായത്തിൽ കാരണവന്മാരുടെ മുന്നിൽ നേരെ നിന്ന് സംസാരിക്കാൻ പോലും പേടിയായിരുന്നു എനിക്കൊക്കെ. കേൾക്കുന്നുണ്ടോ നീ? പോകട്ടെ അമ്മ, പോണം. ലല്ലു, പാരീസ് ഹോട്ടലിൽ നിന്ന് മേടിച്ച അപ്പം ഫിഷ് മോളി ഉണ്ട്, കഴിച്ചിട്ട് പോടാ. ഹോട്ടലിൽ നിന്നുള്ള ഫിഷ് കറി ഞാൻ. അപ്പൊ ഓമന കുട്ടി, അന്തസ്. തലേ ദിവസത്തെ മീൻകറിയുടെ സ്വാദ് ഏത് ഹോട്ടലിൽ ഫിഷ് മോളിക്ക് കിട്ടും? ചട്ടി പിടിക്കാൻ ലല്ലു വരുമെന്നേ തെനി ഇപ്പൊ പറഞ്ഞതേ ഉള്ളു. അതാ ഞാൻ പട്ടിക്ക് പോലും കൊടുക്കാതെ വെച്ചേച്ചത്. മോൻ കഴിക്കേ. അല്ല, നീ എന്താ ചെമ്മീൻ കൂട്ടാത്തെ? അതിനെ ഭയങ്കര എരിവാണ്. അയ്യോ,
അതാ മുളക് പൊടിയുടെ കുത്തലാ. ഗോപിയുടെ കടയിൽ നിന്ന് മുളക് പൊടി മേടിച്ചാ ഇങ്ങനാ, ഫുൾ കെമിക്കലാന്നേ. അതാ ഭയങ്കര എരിവ്. അല്ലാതെ ഞാൻ ഉണ്ടാക്കുന്ന കറിയിൽ അങ്ങനെ എരിവ് ഉണ്ടാറുണ്ടോടാ ലല്ലു? ഉണ്ടാറുണ്ടോടാ ടെനി? എടല്ലു, അമ്മമാരെ കൊണ്ട് ചെയ്യാത്ത കൊലപാതക കുറ്റം വരെ സമ്മതിപ്പിക്ക. കറി കൊള്ളൂലെന്ന് മാത്രം ജമ്മത്ത് സമ്മതിച്ചു തരൂലട്ടാ. നീ പോടാ. ഓ, ഇന്നത്തെ കളക്ഷൻ തീരെ മോശമായിരുന്നു കേട്ടോടാ. ഈ 5 രൂപ നോട്ടൊക്കെ ഏത് ദരിദ്രവാസി ഇട്ടതാണോ? അതെ, ഇവിടെ കിടപ്പുണ്ടല്ലോ. ആണോ? ആ, ഇത് ഇത്തിരി വലുതാ കേട്ടോ. രാജഹംസം ഏറ്റിട്ടുണ്ട് കേട്ടോടാ. എടാ ലല്ലുവേ, നാളെ എന്നെ ടൂറിസ്റ്റ് ബോട്ടിൽ പാടാൻ വിളിച്ചിട്ടുണ്ട്. നല്ല കാശും പൂത്ത ഫുഡും കിട്ടും. പൂത്ത ഫുഡാ? അല്ല, പൂത്ത കാശും നല്ല ഫുഡും. ബോട്ടെ പാടാൻ പോണത് റിസ്ക് ആണ്. ഏ, കായലിനടുക്ക് വെച്ചെങ്ങാനും പാട്ട് പൊളിഞ്ഞു പോയാ എങ്ങാട്ടിറങ്ങി ഓടും. അത് ശരിയാ. അന്ധനായി പോയില്ലേ, പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എൻ്റെ കണ്ണോ ഇങ്ങനെയായി. ഇവനെങ്കിലും ഇച്ചിരി കാഴ്ച ഉണ്ടായിരുന്നാൽ എനിക്ക് ഈ പൊരിവെയിലത്ത് കിടന്ന് കഷ്ടപ്പെടണമായിരുന്നോ? നിങ്ങൾ ഈ സെന്റി അടിക്കല്ലേ. എന്റെ മോനെ കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ എന്താ, അവന് പാടാനുള്ള കഴിവ് കൊടുത്തില്ലേ ദൈവം? അതിലും ഭേദം കാഴ്ച കൊടുക്കണായിരുന്നു. അല്ല, അമ്മച്ചിക്കെങ്കിലും കാഴ്ചയുള്ള നന്നായി. അല്ലെങ്കിലേ ഈ വീട്ടിൽ അന്ധന്മാരെ മുട്ടിയിട്ട് നടക്കാൻ പറ്റില്ലായിരുന്നു. ഒന്ന് പോയടാ. അമ്മച്ചി കാഴ്ചയുള്ള ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നഷ്ടമാണ്. കാരണം അമ്മച്ചിക്ക് വേണ്ടി മാത്രം ഇവിടെ കറണ്ട് എടുക്കേണ്ടി വന്നില്ലേ. വേടാ പോ. ആ പിന്നെ ലല്ലുവേ, നിങ്ങളുടെ വീട്ടിലെ ആ ഗോപിയുടെ കടയിൽ നിന്ന് മുളക് പൊടി മേടിക്കല്ലേ, അത് മൊത്തം കെമിക്കലാടാ. ഇത് ഇതുവരെ വിട്ടില്ലേ? അപ്പൊ അവനെ കുട്ടി എന്താന്ന്? ഓക്കെ. മോനെ സൂക്ഷിച്ചു പോണേടാ, ഇരുട്ടാന്നേ. പിന്നെ അല്ലെങ്കിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം പോലെ ഫുൾ ടൈം വെട്ടമുള്ള. എടാ, നിന്റെ പിന്നാലെ നടക്കാനല്ല, ഒപ്പം നടക്കാനാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ തലയും കുത്തി വീഴുമല്ലേ. പിടിച്ചേ, പിടിക്കടാപ്പ. നോക്കി. അതവൻ അടുത്ത വീട്ടിലെ കുളിമുറിലല്ലേ വെച്ചേക്കണത്. റെഡിയാണോ? ഹാപ്പി ബർത്ത്ഡേ. ആരുടെ ബർത്ത്ഡേ? എടാ, നിന്റെ ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ ഇന്നൊന്നുമല്ല. അല്ല, ഫേസ്ബുക്കിൽ ഇന്നാണെന്നാണല്ലോ പറയണ. എന്റെ ബർത്ത്ഡേ ഇന്നല്ലത്. പക്ഷെ ഫേസ്ബുക്കിൽ ഇന്നാണെന്നാണ് കൊടുത്തേക്കണം. എന്റെ ബർത്ത്ഡേ ഇന്നല്ല. അപ്പൊ ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ വന്നതാ. അവനെ പറ്റുന്ന ഫേസ്ബുക്ക് ആണോ അതോ ഞാനാണോ? അമ്മയാണ്. അല്ല പച്ച. പോയിന്റ്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇവന്മാരോട് ഇതൊന്നും ഏക്കൂലാന്ന്. എന്ത് തോന്നിയ സ്വട നിങ്ങൾ കാണിച്ചത്? അല്ലെങ്കിൽ പാതിരാത്രി ഒരു കുടുംബത്തിൽ കയറി വന്ന് ചെയ്യാവുന്ന പ്രവൃത്തിയാണോ ഇവന്മാർ കാണിച്ചത്? ആ, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ആ, എല്ലാവരും പോയിക്കോ. ചെല്ലേ. ആ, നീ പോയി കിടന്നോടാ. അല്ല, നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ? പോ പോ പോ. കെടാ കെടാ കെടാ. എടാ പാഞ്ചി, നീ എന്റെ അപ്പന്റെ കൂടെ എങ്ങാണ്ട് പഠിച്ചതല്ലേ? എന്തിനാടാ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വാളംപുളി പിഴിഞ്ഞൊഴിക്കുന്നത്? അതെ, മര്യാദയ്ക്ക് അങ്ങോട്ട് തൂത്ത് തുടച്ചിട്ട് പോയാ മതി. പറഞ്ഞത് കേട്ടോ? കേട്ടല്ലോ, തൂത്ത് തുടച്ച് വൃത്തിയാക്കിട്ട് പോയാ മതി. മൂലക്ക് എന്താ ഇതെന്ത് കണ്ടിട്ടാണ് ഈ തോന്നുന്നത്? അടി. ഇവിടെ എന്റെ കാലിന്റെ അടിയില്. അവിടെ ആ, അത് മാറി മനുഷ്യ. അപ്പച്ചാ, എല്ലാം ക്ലിയർ ആക്കണ്ട കേട്ടാ. ഇനൊരു തരി പോലും ഇല്ല തറയില്.
ഞാനും പോണോ? അതെ, നിർത്ത്. നിങ്ങളുടെ വീട് തല്ലിപ്പൊളിക്കാനൊന്നുമല്ല, നിങ്ങളുടെ മോറൽ ഇഷ്ടം കൊണ്ടാണ് പാതിരാത്രിക്ക് ബർത്ത്ഡേ കേക്ക് ആയിട്ട് വന്നത്. പക്ഷെ ഇത് കടുത്ത അവമാനമായി പോയി. എടാ വെക്കി, ഇനി മേലും ഞങ്ങൾ ആരും ഈ പടി ചവിട്ടൂല. പഞ്ചടയിലോ കലക്കിട്ടാ. കൊട എടുക്കാൻ അമ്മ പറഞ്ഞായിരുന്നു. വിക്കി ഇവിടെ കൊട